സെപ്റ്റംബർ 30-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ ഒരു ക്ലീനിങ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമസ്തേ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ഷൻ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഒരു ക്ലീനിങ് വർക്കേഴ്സ്, പ്രത്യേകിച്ചും സീവേഴ്സ്, ഓവുചാലുകൾ, സെപ്റ്റിക് ടാങ്കുകൾ തുടങ്ങിയിട്ടുള്ള ക്ലീനിങ് വർക്കേഴ്സിൻ്റെ 92% പേരും SC, ST, OBC എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ പെടുന്ന ആൾക്കാരാണെന്നാണ് ഈ ഒരു റിസൾട്ട് കാണിക്കുന്നതായിട്ടുള്ളത്. ഇതിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരും 79% ആൾക്കാരും SC വിഭാഗത്തിലും 8% ഷെഡ്യൂൾഡ് ട്രൈബുകളും OBC 14.7%, ജനറൽ കാറ്റഗറി 8% ആണെന്നാണ് കാണുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു ക്ലീനിങ് ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്തു വരുന്ന ജോലിയാണ്. ഇപ്പോഴും ആ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട SC, ST, OBC കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് 92% ജോബും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഇംപ്ലിക്കേഷനെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്നും നിങ്ങൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഇന്ന് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും സപ്പോർട്ടീവായിട്ട് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ന്യൂസ് എന്താ വെച്ചാൽ ഗവൺമെന്റ് ഈ ഒരു നമസ്തേ സ്കീമിന്റെ ഭാഗമായിട്ടാണ് ആൾക്കാരെ പ്രൊഫൈൽ ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു സീവ അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് വർക്കേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സീവർ ആൻഡ് സെപ്റ്റിക് ടാങ്ക് വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, സാമൂഹിക നീതി വകുപ്പ് എടുക്കുകയും നമസ്തേ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് എടുത്തത്. ഏകദേശം 38,000-ഓളം വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുത്തതിൽ 91.9% ആൾക്കാരും SC, ST, OBC കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. ഇത് 2019-20 മുതൽ ഏകദേശം കാലഘട്ടത്തിൽ, ഈ ഒരു 4 വർഷ കാലഘട്ടത്തിൽ ഏകദേശം 377-ഓളം ആൾക്കാർ ഈ ജോലിയുടെ ഇടയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ ഇത് നമസ്തേ സ്കീമിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഡീറ്റെയിൽസ് എടുത്തുള്ളത്. എന്താണ് നമസ്തേ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങളെ മെക്കനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മെക്കനൈസ് ചെയ്യാവുന്ന ഉദ്ദേശത്തോട് കൊണ്ടുവന്ന സ്കീമാണ് നമസ്തേ സ്കീം. അപ്പോൾ അതിനാവശ്യമായിട്ട് എത്രയും ആൾക്കാർക്ക് തൊഴിൽ പോവുകയും ചെയ്യും അല്ലേ. സോ അതിൻ്റെ ഒരു പ്രൊഫൈലിംഗ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹസാഡസ് ആയിട്ടുള്ള ക്ലീനിങ് ആക്ടിവിറ്റീസിനെ മെക്കനൈസ് ചെയ്യുക, അതുപോലെ തന്നെ വർക്കേഴ്സ് സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും സീവർ അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് വർക്കേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അവർ ഡ്രൈവേഴ്സ്, ഹെൽപ്പേഴ്സ്, മെഷീൻ ഓപ്പറേറ്റർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടെ. ഇപ്പൊ 2022 സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇത് നടത്തുന്നത് 2 മിനിസ്ട്രീസ് തമ്മിൽ ജോയിന്റ് ആയിട്ടാണ് നടത്തുന്നത്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റും ജോയിന്റ് ആയിട്ടാണ് ഈ ഒരു സ്കീം നടത്തുന്നത് എന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. 2023-24 ഇത് അതുവരെ ഉണ്ടായിരുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് മാനുവൽ സ്കാവഞ്ചേഴ്സ് എന്നുള്ള ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈലിംഗ് നടത്തുക. ആരൊക്കെയാണ് ഈ തൊഴിലാളികൾ, എന്താണ് അവരുടെ ജോലി എന്നുള്ള പ്രൊഫൈലിംഗ് എടുക്കുക, പ്രത്യേകിച്ചും അർബൻ ഏരിയയിൽ. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ട്രെയിനിങ്ങുകളും എക്യുപ്മെന്റുകളും നൽകുക. കൂടാതെ അവർക്ക് പുതിയ എക്യുപ്മെന്റുകളും മറ്റുമൊക്കെ പർച്ചേസ് ചെയ്യാനും സേഫ് ആയിട്ട് ജോലി ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ വാങ്ങാൻ ഒക്കെയുള്ള സബ്സിഡീസ് നൽകുക. അതുപോലെ എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു മേഖലയിൽ സാനിപ്രണേഴ്സ് എന്ന പേരിൽ സാനിറ്റേഷൻ മേഖലയിൽ എന്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാം. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റുകൾ ഇവർക്ക് ലഭ്യമാക്കുക. കൂടാതെ സാനിറ്റേഷൻ സേഫ്റ്റി ഡിവൈസുകൾ പ്രൊവൈഡ് ചെയ്യുക, അതിന് അസിസ്റ്റൻസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് സാനിറ്റേഷൻ റെസ്പോൺസ് യൂണിറ്റുകൾ സപ്പോർട്ട് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു നമസ്തേ സ്കീമിന്റെ ഭാഗമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാനിറ്റേഷൻ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു മേഖലയെ മെക്കനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ് നമസ്തേ സ്കീം എന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ അർബൻ കൺസംഷനെ സംബന്ധിച്ച് ഒരു ഡാറ്റ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ചും അർബൻ മേഖലകളിൽ കാറുകളുടെ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ പർച്ചേസിങ് കുറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ആക്ച്വലി ഈ വെഹിക്കിൾ പർച്ചേസ് കുറയുക എന്ന് പറയുമ്പോൾ
നമുക്ക് കൺസംഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസംഷൻ എന്ന് പറയുന്നത് കുറയുന്നു എന്നുള്ളതിന്റെ ഒരു ട്രെൻഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം നമ്മുടെ രാജ്യം ഓൾറെഡി നമ്മളൊരു എക്കണോമിയുടെ ഗ്രോത്തിന് പ്രോഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2023, 24, 25, 26 വലിയ പ്രോഗ്രസ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. 2023, 24 8.2% GDP ഗ്രോത്തും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വരും കാലത്തേക്കും നമ്മൾ നല്ല പ്രൊജക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ഡൊമസ്റ്റിക് കൺസംഷൻ കുറയുന്നു എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഡൊമസ്റ്റിക് കൺസംഷൻ ഇമ്പാക്ട് ചെയ്യുന്നത് GDP എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.